എല്ലാ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അവ മെയ് 30-ാം തീയതി OTT-യിലെത്തുന്ന ഒരു 6 സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിൽ നമ്മുടെ കാത്തിരുന്ന മലയാളത്തിൽ ബമ്പർ ഹിറ്റ് അടിച്ച സിനിമയും ഉണ്ട്. അത് ഏകദേശം ജിയോ ഹോട്ട്സ്റ്റാർ, C5, സോണി ലൈവ് എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ 6 സിനിമകളും വരുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് തുടരും, രണ്ടാമത്തെ നിഴാർക്കുട, മൂന്നാമത്തത് ജെറി, നാലാമത്തത് വിരുന്ന്, അഞ്ചാമത്തത് ഡാൻസ് പാർട്ടി, ആറാമത്തെ കങ്കാജുര. അപ്പൊ ഇതാണ് ഈ 6 സിനിമകൾ. മലയാള സിനിമയിലെ ചരിത്ര വിജയമായി മാറിയ തുടരും എന്ന സിനിമ തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ, ശോഭന ജോഡികൾ അവതരിപ്പിച്ച് മെഗാ ഹിറ്റായ സിനിമയാണ്. തിയേറ്ററുകളിൽ എല്ലാം ഹൗസ്ഫുള്ളായിട്ട് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന സൂപ്പർ വില്ലനെയും മലയാളത്തിൽ അവതരിപ്പിച്ച ഒരു സിനിമയാണ്. അപ്പൊ അത് മെയ് 30-ാം തീയതി മുതൽ ജിയോ ഹോട്ട്സ്റ്റാർ ലൈവിലാണ് വരിക. അടുത്തത് നിഴാർക്കുട. ശിവ ആറുമുഖം രചനയും സംവിധാനം നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് നിഴാർക്കുട. ദേവയാനി, വിജിത്ത്, കൺമണി മനോഹർ എന്നിവർ പ്രധാന വേഷങ്ങളെ അഭിനയിച്ച ചിത്രം ദർശൻ ഫിലിംസിന്റെ കീഴിൽ ജ്യോതി ശിവയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നരൻ ബാലകുമാറാണ് ഈ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. മെയ് 30-നാണ് ഇത് OTT-യിൽ വരുന്നത്. അടുത്തത് ജെറിയാണ്. ജെറി എന്ന സിനിമ ടോം ആൻഡ് ജെറി ഉണ്ടല്ലോ നമ്മളെ, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വന്ന ഒരു സിനിമയാണ് ജെറി. അതിൽ ഒരു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എലിയും അത് ഇല്ലാതാക്കാനുള്ള മനുഷ്യരുടെ ഒരു ശ്രമവുമാണ് ഈ ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ സിനിമ ഒരു കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഈ സിനിമ മെയ് 30 മുതൽ സിംപ്ലി സൗത്തിൽ ആണ് കിട്ടുക. എന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള പ്രേക്ഷകർക്ക് മാത്രമേ ഈ ചിത്രം ലഭിക്കൂ എന്നാണ് ഇതുവരെയുള്ള വിവരം. അനീഷ് ഉദയ് സംവിധാനം ചെയ്ത ചിത്രം ജെയ്സണും ജോയ്സണും ചേർന്നാണ് നിർമ്മിച്ചത്. അരുൺ വിജയ് ആണ് സംഗീത സംവിധാനം. സണ്ണി ജോസഫ്, റൂത്ത് ബി ജോൺ, കോട്ടയം നസീർ എന്നിവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ. അടുത്ത സിനിമ ആണ് വിരുന്ന്. അതായത് കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത് ദിനേശ് പള്ളത്ത് എഴുതി 2024 പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമയാണ് വിരുന്ന്. ഇതൊരു ആക്ഷൻ ഡ്രാമ അവിഭാജ്യപ്പെടുന്ന ഒരു ചിത്രമാണ്. ചിത്രത്തില് അർജുൻ സർജയും നിക്കി ഗൽറാണിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. മുകേഷ്, സോന നായർ, അജു വർഗീസ്, ബൈജു സന്തോഷ്, അതുകൂടാതെ ധർമ്മജൻ ബോൾഗാട്ടി എന്നിവരൊക്കെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അത് മെയ് 30-ന് സിംപ്ലി സൗത്തിലാണ് കിട്ടുക. എന്നാൽ ഇത് ഇന്ത്യയിലെ പ്രേക്ഷകർക്ക് കിട്ടുമോ എന്നുള്ളത് ഒരു സംശയമാണ്. അടുത്ത സിനിമ ഡാൻസ് പാർട്ടി. സോഹൻലാൽ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് ഡാൻസ് പാർട്ടി. ഓർഗ പ്രൊഡക്ഷൻസിന് പാർട്ണർ റെജി പ്രോത്താസിസും നൈജി റെജിയുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഡാൻസും മ്യൂസിക്കും ഒക്കെ ആയി ജീവിക്കുന്ന ഏതാനും ചെറുപ്പക്കാരുടെ ജീവിതമാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന ഈ സിനിമയിൽ ഡാൻസും മ്യൂസിക്കും എല്ലാം ആയി ജീവിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു ജീവിതകഥയാണ് ഈ ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന സിനിമ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ടൈം ടോം ചാക്കോ, ശ്രീനാഥ് ബാസി എന്നിവരാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ചിത്രം മെയ് 30 മുതൽ മനോരമ മാക്സിലാണ് കിട്ടുക. പ്രയാഗ മാർട്ടി, ലെന, സാജു നവോദയ എന്നിവർ ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അടുത്തത് കങ്കാജുര. സോണി ലൈവില് കിട്ടുന്ന ഒരു സിനിമയാണ് കങ്കാജുര. അത് ഹിന്ദി സിനിമയാണ്. അത് ഏകദേശം ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് കങ്കാജുര. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ചന്ദൻ അറോറയും നിർമ്മിക്കുന്നത് അജയ് റായുമാണ്. അതായത് ചെറുപ്പത്തിലെ ഒരു കുറ്റകൃത്യത്തിന് 14 വർഷം തടവ് അനുവദിച്ചതിന് ശേഷം ആഷു തന്റെ സഹോദരൻ മാക്സുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുന്നു. വിശ്വാസം പുനഃസ്ഥാപിക്കാൻ അവർ പാടുപെടുന്നതിനിടയിൽ ആഷുവിന്റെ ഇരുണ്ട ഭൂതകാലവും അപകടകരമായ ബന്ധങ്ങളും വീണ്ടും ഉയർന്നു വരുന്നു. ഇത് മാക്സിന്റെ ജീവിതത്തിനും ബിസിനസിനും ഭീഷണിയാകുന്നതാണ് ഒരു കഥ തന്തു എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സിനിമകളാണ് മെയ് 30-ന് OTT-യിൽ വരുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഏത് സിനിമയാണ് വേണ്ടതെന്നുള്ളത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.